ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നേ? ബാംഗ്ലൂർ ഡേയ്സിലാണ്. അപ്പം വേണ്ട, ബാംഗ്ലൂർ വേണ്ട, അവന് വേണ്ട. പക്ഷെ അവൻ ബാംഗ്ലൂർ വന്നു. അപ്പം ബാംഗ്ലൂർ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ ബാംഗ്ലൂർ വരുന്നത്. എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം വരുന്ന ദിവസം തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രി അവിടെ നിന്ന് കയറി ബസ് വന്നത്, ബുക്ക് ചെയ്ത ബസ് വന്നത് തന്നെ ഇച്ചിരി നേരത്തെ ആയിപ്പോയപ്പോൾ വീഡിയോ എടുക്കാൻ ആ വരുന്ന ബസ്സിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. എന്നാലും അവിടെ നിന്ന് എടുത്ത് ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം കാര്യങ്ങളായിട്ട് ആണിപ്പം കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സിലെ അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലുള്ള അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെയല്ലല്ലോ, പോകാം വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനത് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വടക്കഞ്ചേരിയിൽ ഈ തൊട്ടടുത്തത് ഈ ഡയാന, അവിടെയാണ് ഡയാന. ഈ കാണുന്നത് ഡയാനയുടെ തൊട്ട് ഇപ്പുറയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു യാത്ര പോകാനായിട്ട് പോവാണ്. ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വിശേഷം, ബാംഗ്ലൂർ ഡേയ്സാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട്. ഇത് സ്ഥലം കോവയാട്ടോ. കോവയെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. ശരിക്കും സത്യത്തിൽ ഉറക്കപ്പിച്ചിലാണ് എഴുന്നേറ്റ് വന്നത്. നമ്മുടെ മുരഹര എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞങ്ങൾ പോയത്. വണ്ണസിൻ്റെയൊക്കെ ബസ് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ കുറേ ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. ഈ കാണുന്ന കേട്ടോ ഞങ്ങൾ വന്ന് താമസിക്കാനെടുത്ത റൂം ഇതാണ്. ഫോണിക്സിൻ്റെ നല്ലൊരു ആംബിയൻസ് ഉള്ള സംഭവമാണ്. ഈ എന്താ പറയുക, നമ്മുടെ എക്സാം ഒരു ചെറിയ പരിപാടിയുണ്ട് എമ്മിക്ക്. അപ്പം അതിൻ്റെ ആവശ്യമായിട്ട് അവിടെ വന്നത്. ഇതാണ് റൂം നമ്പർ 1004 റൂം ഉണ്ടല്ലോ. ഓൾറെഡി ഇതിനകത്ത് ആളുകളുണ്ട്. ലൈറ്റ് ഒക്കെ ഓഫായോ? കാർഡ് എടുത്തപ്പോഴത്തേനും ലൈറ്റ് മൊത്തം ഓഫ്. ഓക്കെ, ഇതാണ് റൂം. ഞാനുണ്ട് സെറ്റപ്പ് അല്ലേ. ടി വി ഒന്നും ആയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ്. ആദ്യം വന്ന് ഇതിലൊരു അടി കിട്ടി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഇതേതാ സ്ഥലം? സെൻട്രൽ സ്ട്രീറ്റ് എന്നാണ് പറയണേ. നല്ല റേറ്റ് ആട്ടോ റൂമിനൊക്കെ. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പോയിട്ട് മെല്ലെ ലെറ്റ്സ് ഗോ. ഇതെല്ലാം ഓഫാക്കുന്നു. അടച്ചത്തെ മൊത്തത്തിൽ ഓഫാവും. ഇത് കാണും ഓഫോ. ഓക്കെ, അടച്ചു. ഇതാ ശരിക്കും ഉള്ളത്. അതൊരു ഭയങ്കര സംഭവം. ഇത് കണ്ടോ, മരം കണ്ടോ? ഇത് മരം അതിനെ നശിപ്പിക്കാതെ ഒരു ശരിക്കും ആ മരത്തിന് അങ്ങനെ കീപ്പ് ചെയ്തിട്ടാണ്. ഇവിടെ അങ്ങോട്ട് ഗ്രൗണ്ട് ഫ്ലോർ എടുത്തോ. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ. ഇത് പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. H2L കമ്പനി. ഇതെന്ത് കമ്പനിയത്? ഇത് കണ്ടോ, ഈ കമ്പനിയുടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ വേറൊരു ഭാഗത്താണ് ഇപ്പം എക്സാമിനായിട്ട് പോകുന്നത്. Come on, let's go. അടുത്തത് വേറെ ഒരു എല്ലാം പ്രസ്റ്റീജിൻ്റെ കേട്ടോ. ഈ ഭാഗത്തെല്ലാം
വണ്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് അവിടെ. വേണ്ട വേണ്ട, അവിടെ നിന്ന് ക്രോസ് ചെയ്യാം. അടിപൊളി വണ്ടി വരണം വന്നു. BMW ആണോ ഏതാണോ? ഇതേ സാറിൻ്റെ വണ്ടി പോലത്തെ ഒരു വണ്ടി. ഉണ്ടോ? ഇത് പഴയ ബിൽഡിംഗ് കേട്ടോ, ഇത്തിരി പഴയ ബിൽഡിംഗ്. പക്ഷേ ഇവിടുത്തെ വണ്ടി ക്രിസ്റ്റീജ് ആറ്റിയം സെൻട്രൽ സ്ട്രീറ്റ് ഒരു സാധനം. ഇതാണ് സംഭവം. ഇവിടെ മാള് കണ്ടപ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ടോ? ഇതാരാ നോക്കിയത്? എന്താണ്? അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് എക്സാം പാസ്സായിട്ടോ. ദേ ഇവിടെ വന്നു ഊണ് കഴിക്കുകയാണ്. പൊന്നി അരിയുടെ ഊണാണ്. ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടോ? അങ്ങനെ ബാംഗ്ലൂരിലെ പരിപാടികൾ തീരുന്നത് ഈ റൂമിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇറങ്ങാം. താക്കോലെടുത്തു. പോവാം. ഫിനിക്സ്. രാത്രിയിൽ ഉള്ള യാത്രയാണ്. എന്തൊരു ട്രാഫിക്കാണെന്നറിയാമോ ഇവിടെ? ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. കാര്യം എങ്ങനെയാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്? ഞങ്ങൾ ഊബറല്ല, അത് വേറെ ടാക്സി പിടിച്ചു. ടാക്സി ഓൺലൈൻ ബുക്ക് ചെയ്തു. അങ്ങനെ പോയിട്ടുണ്ട്. നല്ല രസമാണ്. അതിനിടയിലാണ് ഇപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ റോഡ് സൈഡിലെല്ലാം ഈ എന്താ പറയുക, ഓരോരുത്തർ വന്നിങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ നിൽക്കത്തില്ലേ നമ്മുടെ നാട്ടിൽ. അവിടെ ഞാൻ കണ്ടത് എന്നാണെന്നറിയാമോ? അവിടെ ഈ റോസാപ്പൂ വിൽക്കാനായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടത്. ഈ പാതിരാത്രി 11 മണിയാകാറാണ് സമയത്ത്. ഇത് ഞങ്ങളവിടെ ഇറങ്ങി, ഞങ്ങളെ ആ ടാക്സിക്കാരൻ പകുതിയിൽ ഇറക്കി വിട്ടിട്ട് അങ്ങനെ ബാംഗ്ലൂരിലെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചത് തിരിച്ച് ബസ്സിൽ കയറാനായി പോവാണ്. സമയം ഇപ്പം 11:45 രാത്രി. ഞങ്ങൾക്കിതേ പോകാനുള്ള വണ്ടി അവിടെ നിൽപ്പുണ്ട്. നാസിൻ്റെ വണ്ടിയാണ്. ആൺകുട്ടനെയും കൈപ്പിടിച്ച് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. റോഡ് സൈഡിലൂടെ നടക്കുന്നു. ആദ്യം വിചാരിച്ചു ഈ ബസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പുറകിൽ നിൽക്കുന്ന ബസ്സാണ്. പിന്നെയാണ് അറിഞ്ഞ് ഈ ബസ് തന്നെയാണ്. അങ്ങനെ ബസ്സിൽ കയറി. താങ്ക്സ് ഫോർ വാച്ചിങ്.